മാറ്റിയപ്പോഴാണ് ചെതിലുണ്ടത്, ഫുള്ള് ചെതിലാണ്. വേറെ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ ലൈറ്റർ ആണല്ല. ഗ്യാസ് സിലിണ്ടറോട് നമുക്ക് ലൈറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ലൈറ്റർ ആണല്ല. അതിനിപ്പോ ചെതില് കൊണ്ടുപോയത് എങ്ങനെ കൊണ്ടുപോകും ലൈറ്ററൊക്കെ എന്നാണ് ആലോചിക്കുന്നത്. ചെതിലാണ് എലിയാണോ കൊണ്ടുപോയത്, ആരും കൊണ്ടുപോയി അറിയാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ ശല്യം ഗൈസ്. ശ്രുതിയുടെ നല്ല അടിപൊളി ഷൂ ആയിരുന്നു, ആ ഷൂ പോയി ഗൈസ്. അത് ഫുള്ളായിട്ട് ചെതില് കയറി. അതിന്റെ ഇടയ്ക്ക് കൂടെ പുറത്ത് ഫുള്ളും കാക്കകൾ വട്ടം കൊണ്ട് ഒച്ചപ്പാടും ബഹളമാണ്, ഒന്നും അറിയാനില്ല. കാക്കകൾ ഒച്ച ഉണ്ടാക്കുന്നത് ഇനി പാമ്പിനെ കണ്ടിട്ടാണോ അതോ പരുന്താണ്, എന്താണ് സംഭവം അറിയില്ല. ശ്രുതി ചെതിലൊക്കെ വൃത്തിയാക്കി തുടച്ചെടുക്കുകയാണ്. ഒരു തുള്ളി പോലും വെള്ളം നനഞ്ഞിട്ടില്ല, പിന്നെ ചെതിലും കാണാനില്ല. ഇതെങ്ങനെ വന്നൊന്നൊരു പിടിയില്ല. നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഗൈസ് ചെതിലും ഇങ്ങനെ വരുന്ന റീസൺ? അതും പ്ലാസ്റ്റിക് കവർ വെച്ച് ഓൾറെഡി പൊതിഞ്ഞ് വെച്ചിരുന്ന സംഭവമാണ്, എന്നിട്ടാണ് ഇത് കയറിയേക്കുന്നത്. നമുക്ക് ഓണത്തിന് വേണ്ടി ഓണക്കോടി ഡ്രസ്സാണ് ഗൈസ് ചെതിലും കൊണ്ടുപോയത്. എല്ലാം വൃത്തിയാക്കി. ഇനി ജനലും കൂടി തുറന്നു നോക്കി അറിയാൻ പറ്റില്ല പാമ്പായത് മുട്ടയിട്ട് അടയിപ്പുണ്ടോ ദൈവത്തിന് അറിയാൻ പറ്റില്ല. കാത്തുള്ളേ കുളിക്കാൻ വന്നിരിക്കുകയാണെന്ന് ഞാൻ പോയി അലക്കട്ടെ, ശ്രുതി പോരും. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ആർജ വെള്ളമായിട്ട് വരികയാണ് ഗൈസ്. ഞാൻ കൈ വീശി പോവാണ് പാവം.